നമസ്കാരം, എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾക്കിന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയുള്ള വ്യക്തിയായിരിക്കുമെന്ന് നോക്കാം. ഈ റീഡിങ്ങിൽ നമ്മൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ പേഴ്സണാലിറ്റി, ഇമോഷണൽ കണക്ഷൻ, സോഡിയാക് സൈൻ, ജീവിതത്തിലെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ചലഞ്ചസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മൊത്തത്തിലുള്ള എനർജി എന്നിവ നോക്കാം. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് അറിയാനായിട്ട് ഞാനിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് മ്യൂസിക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1. സെക്കൻഡ് കാർഡ് പ്യുവർ ഇൻറ്റൻഷൻ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. തേർഡ് കാർഡ് വെയ്റ്റ് ഓഫ് വിൻ്റർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3. ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഇതിൽ 3 നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. കാർഡ്സ് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്, ടെമ്പറൻസ്, 3 ഓഫ് കപ്സ് എന്നിവയാണ്. ആദ്യത്തെ കാർഡായ 10 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെ വെൽത്തിയായ ഒരു ട്രഡീഷണലായ ഫാമിലിയിൽ നിന്ന് വന്ന സ്ട്രോങ്ങും സ്റ്റേബിളും ഗ്രൗണ്ടഡുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. ഈ വ്യക്തി ഫാമിലിയെയും പാരമ്പര്യത്തെയും ഒക്കെ വളരെയധികം വിലമതിക്കുന്ന ഒരാളായിരിക്കും. ഈ വ്യക്തി പ്രസൻ്റ് ആയിട്ടുള്ള കാലത്തെ മാത്രമല്ല, സുരക്ഷിതവും ശാശ്വതവുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് കൂടി ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും. അവർ വളരെ കഠിനാധ്വാനികളും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കും. ജീവിതത്തിൽ വിജയിക്കണം, സാമ്പത്തിക സ്ഥിരത നേടണം എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളുള്ളയാളായിരിക്കും. ഈ വ്യക്തി ട്രഡീഷണൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളും അവർക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ ചുറ്റുമുള്ളപ്പോൾ സംതൃപ്തി അനുഭവിക്കുന്ന ഒരു വ്യക്തിയും ആയിരിക്കും. അവർ വളരെ ഉദാരമതികളും പ്രൊട്ടക്റ്റീവ് നേച്ചറുള്ളവരും അവരുടെ ഫാമിലിക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു ജീവിതം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധരുമായിരിക്കും. ഈ വ്യക്തി ഒരു പ്രൊവൈഡർ നേച്ചറുള്ള വ്യക്തിയായിരിക്കും. അതായത് അവരുടെ പ്രിയപ്പെട്ടവരുമായി അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഷെയർ ചെയ്യുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ. ഇതെല്ലാമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ആദ്യത്തെ കാർഡായ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡിലൂടെ അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാർഡായ പേജ് ഓഫ് കപ്സ് നിങ്ങളുടെ ഇമോഷണൽ കണക്ഷനും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ സോഡിയാക് സൈനും കാണിക്കുന്നു. പേജ് ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്രഷ് ആയിട്ടുള്ളതും റൊമാൻറ്റിക്കും അതുപോലെ ഒരു ഇമോഷണൽ ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒന്നുമായിരിക്കുമെന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സൗമ്യവും സ്നേഹവും നിറഞ്ഞ ഒന്നായിരിക്കും. ഈ കാർഡ് ഒരു യൂത്ത്ഫുൾ എനർജി കൊണ്ടുവരുന്ന കാർഡാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെ ഇമാജിനേറ്റീവും ക്രിയേറ്റീവും ആയിരിക്കും. അവർ ഒരുപക്ഷെ ഹൃദയസ്പർശിയായ കുറിപ്പുകൾ എഴുതുന്ന, സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റുകൾ പ്ലാൻ ചെയ്ത് തരുന്ന, നിങ്ങളുടെ ഇമോഷൻസുമായി വളരെ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെ ഇൻറ്റ്യൂട്ടീവും സെൻസിറ്റീവും ആഴത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും. അവരുടെ സോഡിയാക് സൈൻ പൈസസ്, ക്യാൻസർ അല്ലെങ്കിൽ സ്കോർപിയോ ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് വാട്ടർ സൈൻസ് ആണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എംപത്തറ്റിക്കും കെയറിങ്ങും ലൈഫിൻ്റെ ഇമോഷണൽ സൈഡുമായി വളരെയധികം ഇണങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഡ്രീമി ആയിട്ടുള്ള, കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നേച്ചറും കൂടെ ഉണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് വളരെ ഡീപ്പായിരിക്കും. അതായത് ഈ റിലേഷൻ ഒരു സോൾമേറ്റ് കണക്ഷനെ തന്നെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ കാർഡായ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ പേഴ്സണൽ ഗ്രോത്ത്, ട്രാൻസ്ഫോർമേഷൻ, ഒരു മീനിങ് ഫുൾ ലൈഫ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ ജീവിതത്തെ ഗൗരവമായി എടുക്കുകയും കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ പാതയിലായിരിക്കും. എപ്പോഴും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും ലോകത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുത്താനും നിരന്തരം ശ്രമിക്കുന്ന ഒരു വ്യക്തി. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട ജോലികളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനോ ഒക്കെ അവർക്ക് താല്പര്യം തോന്നിയേക്കാം. അതുപോലെ ഈ കാർഡ് വളരെ സത്യസന്ധനായ, വളരെ ഓഥൻറ്റിക്കായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയും സൂചിപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കാര്യമായ ടേണിംഗ് പോയിന്റ് സംഭവിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ
ആ ടേണിംഗ് പോയിൻറ്റ്സിലൂടെ ആയിരിക്കണം അവർ ഇപ്പോഴുള്ള വ്യക്തിയായി രൂപാന്തരപ്പെട്ടുള്ളത്. അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ അവരുടെ മൂല്യങ്ങൾക്കനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനോ അവർക്ക് വഴി കാട്ടുന്നതിനോ ഒക്കെ താല്പര്യമുണ്ടായിരിക്കാം. 4ാമത്തെ കാർഡായ ടെമ്പറൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചലഞ്ചസിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില സമയത്ത് ബാലൻസും ഐക്യവും നിലനിർത്താൻ ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനും വ്യത്യസ്ത സ്വഭാവങ്ങളോ ജീവിത രീതികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമീപനങ്ങളോ ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഒരുപക്ഷെ ഒരാൾ സ്പോണ്ടേനിയസായി കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും, മറ്റേയാൾ ശ്രദ്ധാപൂർവം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ കുറച്ച് ഇമോഷണൽ തിങ്കിങ് ഉള്ള ആളും മറ്റേയാൾ ലോജിക്കലുമായിരിക്കും. ഈ ചലഞ്ചസിനെ മറികടക്കാൻ നിങ്ങൾ രണ്ടുപേരും ക്ഷമയും മനസ്സിലാക്കലും വിട്ടുവീഴ്ചയും പരിശീലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എനർജീസ് സമന്വയിപ്പിക്കാനും രണ്ടുപേരുടെയും സവിശേഷമായ ഗുണങ്ങളെ ബഹുമാനിക്കാനും ഒരു വഴി കണ്ടെത്തുന്നത് നിർണായകമായിരിക്കും. എക്സ്ട്രീംസ് ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാകാതിരിക്കാൻ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും രണ്ടു വ്യക്തികൾക്കും റെസ്പെക്റ്റും മനസ്സിലാക്കലും തോന്നുന്ന ഒരു പാർട്ട്ണർഷിപ്പ് സൃഷ്ടിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 5ാമത്തെ കാർഡായ 3 ഓഫ് കപ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി കാണിക്കുന്നു. ഈ കാർഡ് നിങ്ങളുടെ റിലേഷന് ഹൃദ്യവും സന്തോഷകരവും ആഘോഷാത്മകവുമായ ഒരു എനർജി നൽകുന്നു. നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷം നിറഞ്ഞ ഒന്നായിരിക്കും. നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒപ്പം സമയം ചെലവഴിക്കുന്നതും മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്നതും പരസ്പരം നേട്ടങ്ങൾ ആഘോഷിക്കുന്നതും ആസ്വദിക്കും. 3 ഓഫ് കപ്സ് ഫ്രണ്ട്ഷിപ്പിൻ്റെയും കണക്ഷൻ്റെയും കാർഡാണ്. അതിനാൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. വളരെ ആത്മാർത്ഥമായ കമ്പാനിയൻഷിപ്പും പരസ്പര പിന്തുണയും ഈ റിലേഷൻഷിപ്പിലുണ്ടാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിരിയും അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സും കൊണ്ട് നിറയുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഒത്തുചേരലുകൾ, പാർട്ടികൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്നിവ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്കൊരുമിച്ച് വളരെ സമ്പന്നമായൊരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള എനർജി വളരെ ഊഷ്മളവും ഇൻക്ലൂസീവുമായി അനുഭവപ്പെടും. നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ രണ്ടുപേരെയും മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും ഉയർത്തുന്ന ഒന്നായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്നേഹം, ആഘോഷം, സന്തോഷം എന്നിവയാൽ നിറയും എന്നാണ് മൊത്തത്തിലുള്ള ഈ കാർഡിൻ്റെ സന്ദേശം. ചുരുക്കത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെ സ്റ്റേബിളും ഫാമിലി ഓറിയൻറ്റഡുമായിട്ടുള്ള സുരക്ഷിതവും സന്തുഷ്ടവുമായ ഭാവി കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർ പ്രാക്ടിക്കലും എന്നാൽ ഉദാരമതികളും ഊഷ്മളവും ഉത്തരവാദിത്തമുള്ളതുമായ സ്വഭാവമുള്ളവരായിരിക്കും. നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ സ്നേഹവും ആർദ്രവുമായിരിക്കും. ജീവിതത്തിലുടനീളം പ്രണയത്തെ സജീവമായി നിലനിർത്തും. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ വ്യക്തിപരവും സ്പിരിച്വലുമായ വളർച്ചയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവർ ഓഥൻറ്റിക്കായി ജീവിക്കുകയും ലോകത്തിന് ക്രിയേറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്യും. ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ചില ചലഞ്ചസ് ഉയർന്നു വന്നേക്കാം. എന്നാൽ നിങ്ങളുടെ റിലേഷൻ്റെ മൊത്തത്തിലുള്ള എനർജി സന്തോഷവും ആഘോഷവും ശക്തമായ ഫ്രണ്ട്ഷിപ്പും നിറഞ്ഞതായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ഉന്നമനവും പിന്തുണയും നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കും. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസ് റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. കാർഡ്സ് വന്നിരിക്കുന്നത് ജസ്റ്റിസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് സ്വോർഡ്സ്, കിങ് ഓഫ് സ്വോർഡ്സ്, സൺ കാർഡ് എന്നിവയാണ്. ഫസ്റ്റ് കാർഡായ ജസ്റ്റിസ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നീതി, സത്യസന്ധത, ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നിവയെ വിലമതിക്കുന്ന വ്യക്തിയായിരിക്കും. അവർ വളരെ ലോജിക്കലായും ചിന്തിച്ചും തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർ ബാലൻസിനും ഇക്വാലിറ്റിക്കും അതായത് സമത്വത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ വളരെ റിലയബിളും ട്രസ്റ്റ് വർത്തിയുമായിട്ടുള്ള വ്യക്തിയായിരിക്കും. ഈ വ്യക്തി ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുത്താൽ അത് തീർച്ചയായും പാലിക്കുന്നവരായിരിക്കും. ഈ വ്യക്തിക്ക് ശക്തമായ ധാർമ്മികതയുണ്ട്.
അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി തന്നെ നിലകൊള്ളും. പ്രശ്നങ്ങൾ ശാന്തമായും വിവേകത്തോടെയും പരിഹരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഇമോഷൻസിനെ, അവരുടെ ന്യായവിധിയെ മറയ്ക്കാൻ അവർ അനുവദിക്കുകയില്ല. അവർക്ക് നിയമം, ധാർമ്മികത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ന്യായമായ തീരുമാനങ്ങൾ എടുക്കേണ്ട മറ്റെന്തെങ്കിലും എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു കരിയർ ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ കാർഡായ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഇമോഷണൽ കണക്ഷനെക്കുറിച്ചും സോഡിയാക് സൈനെക്കുറിച്ചും പറയുന്നു. നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ സുരക്ഷിതവും ദൃഢവും പൂർണ്ണവുമായിരിക്കുമെന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത്. അത് വിശ്വാസത്തിലും കംഫർട്ടിലും ഒരു ശക്തമായ ഒരു സുരക്ഷിതത്വ ബോധത്തിലും കെട്ടിപ്പടുത്ത ബന്ധമായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങൾക്ക് സ്ഥിരതയും പിന്തുണയും നൽകുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരുന്നതിന് നിങ്ങൾ രണ്ടുപേരും സമയവും എനർജിയും നിക്ഷേപിക്കാൻ സന്നദ്ധരായിരിക്കും. ഈ കണക്ഷൻ സമൃദ്ധവും ഒരുമിച്ച് മനോഹരമായൊരു ഭാവിയിലേക്കുള്ള അവസരങ്ങൾ നിറഞ്ഞതായി അനുഭവപ്പെടും. സോഡിയാക് സൈൻ നോക്കുമ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എർത്ത് സൈനെ സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ സോഡിയാക് സൈൻ ടോറസ്, വിർഗോ അല്ലെങ്കിൽ കാപ്രിക്കോൺ ആയിരിക്കും. ഈ സോഡിയാക് സൈൻസ് ഗ്രൗണ്ടഡും പ്രാക്ടിക്കലും റിലയബിളുമായുള്ള വ്യക്തികളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് സ്നേഹത്തോട് ശാന്തവും സ്ഥിരതയുള്ളതുമായ ഒരു സമീപനമുണ്ടായിരിക്കാം. വാക്കുകൾക്ക് പകരം പ്രവൃത്തികളിലൂടെ ആയിരിക്കാം ഇത് അവർ പ്രകടിപ്പിക്കുന്നത്. സുരക്ഷിതവും സമൃദ്ധിയും നിറഞ്ഞൊരു ജീവിതം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കും. മൂന്നാമത്തെ കാർഡായ ക്വീൻ ഓഫ് സ്വോർഡ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ലൈഫ് ഗോൾസും അംബീഷൻസും കാണിക്കുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ശക്തമായ അംബീഷൻസ് ഉണ്ടെന്നും അവരുടെ ബുദ്ധിശക്തിയാൽ നയിക്കപ്പെടുന്നുവെന്നും ക്വീൻ ഓഫ് സ്വോർഡ്സ് കാണിക്കുന്നു. അവർ വളരെ ഇൻ്റലിജൻറ്റും ഷാർപ്പും അവരുടെ ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങളും ഉണ്ടാകും. ഈ വ്യക്തി വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, സത്യസന്ധതയെ വിലമതിക്കുന്നയാളാണ്. യുക്തിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവർ ലക്ഷ്യമിടുന്നു. ഈ വ്യക്തി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളായിരിക്കും. അവർ തങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുന്ന ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി സംസാരിക്കാൻ അവർ ഭയപ്പെടുന്നില്ല. അവരുടെ അംബീഷൻസിൽ അവരുടെ കരിയറിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ അവരുടെ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നതോ ഒക്കെ ഉൾപ്പെട്ടേക്കാം. നാലാമത്തെ കാർഡായ കിങ് ഓഫ് സ്വോർഡ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചാലഞ്ചസിനെ കാണിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കൺട്രോളുമായി ബന്ധപ്പെട്ട ചലഞ്ചസ് ഉണ്ടാകാമെന്ന് കിങ് ഓഫ് സ്വോർഡ്സ് സൂചിപ്പിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഇഷ്ടപ്പെടുന്ന ശക്തമായ ഇച്ഛാശക്തിയുള്ള ലോജിക്കലായി ചിന്തിക്കുന്നവരായിരിക്കാം. ഇമോഷണൽ കണക്ഷൻ ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നയിച്ചേക്കാം. അന്തിമ വാക്ക് ആർക്കെന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആരെടുക്കുമെന്നോ ഉള്ള ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ഭാഗം സംസാരിക്കുന്നതിനും പരസ്പരം തുറന്ന മനസ്സോടെ കേൾക്കുന്നതിനും ഇടയിൽ ഒരു ബാലൻസ് കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലോജിക് മാത്രമല്ല, ഊഷ്മളതയും ധാരണയും കൊണ്ടുവരേണ്ടതും പ്രധാനമാണ്. അഞ്ചാമത്തെ കാർഡായ സൺ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഓവറോൾ എനർജിയെ കാണിക്കുന്നു. സൺ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെ വണ്ടർഫുള്ളായ ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു. മൊത്തത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സന്തോഷവും ഊഷ്മളതയും നിറഞ്ഞതായിരിക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. സൺ കാർഡ് വിജയം, നല്ല സമയം, ശക്തമായ ഒരു ബന്ധം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഈ റിലേഷൻഷിപ്പ് പ്രകാശവും പോസിറ്റിവിറ്റിയും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനായി മാറുന്നതിന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പിന്തുണയ്ക്കും. ഒരുമിച്ച് നിങ്ങൾ ശോഭയുള്ളതും സംതൃപ്തവുമായ ഒരു ജീവിതം നയിക്കും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നീതിമാനും സത്യസന്ധനും ലോജിക്കലുമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധാലുവുമായിരിക്കും. നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ സുസ്ഥിരവും സുരക്ഷിതവുമായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വ്യക്തമായ ജീവിത ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യത്തോടും സത്യത്തോടും കൂടി ജീവിക്കാൻ അവർ ലക്ഷ്യമിടുന്നു. കമ്മ്യൂണിക്കേഷനിലെ വ്യത്യാസങ്ങളിൽ നിന്നോ കൺട്രോളിന് വേണ്ടിയുള്ള സ്ട്രഗിൾസിൽ നിന്നോ ചെറിയ വെല്ലുവിളികൾ വന്നേക്കാം. എന്നാൽ ബാലൻസിലൂടെയും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും നിങ്ങൾക്കത് തരണം ചെയ്യാൻ സാധിക്കും.
മൊത്തത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സന്തോഷവും ഊഷ്മളതയും വിജയം നിറഞ്ഞതായിരിക്കും. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തയുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. കാർഡ്സ് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൻസ്, 8 ഓഫ് വാൻസ്, 2 ഓഫ് കപ്സ്, മജീഷ്യൻ, ഏസ് ഓഫ് വാൻസ് എന്നിവയാണ്. ആദ്യത്തെ കാർഡായ ക്വീൻ ഓഫ് വാൻസ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഫുൾ ഓഫ് എനർജിയും കോൺഫിഡൻസും നിറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. അവർ വളരെ പാഷനേറ്റും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുമായിരിക്കും. അവർ വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ടും ഇടപെടുന്ന, അതായത് വളരെ സോഷ്യലായ, ഫൺ ലവിങ് ആയ, അഡ്വഞ്ചറസ് ആയ ഒരു വ്യക്തിയായിരിക്കാം. അവരെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറുള്ള ആളായിരിക്കും. ഈ വ്യക്തി വളരെ ഇൻഡിപെൻഡൻറ്റും അംബീഷ്യസുമായിരിക്കും. ഏതൊരു കാര്യത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുക്കുന്നതിനോ അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനോ യാതൊരു ഭയവുമുള്ള വ്യക്തിയായിരിക്കില്ല. വളരെ ഊഷ്മളവും എൻകറേജിങ്ങുമായിട്ടുള്ള വ്യക്തിത്വമായിരിക്കും അവരുടേത്. അവർ കെയർ ചെയ്യുന്നവരെ വളരെയധികം പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വളരെ എനർജറ്റിക് ആയൊരു ചൈതന്യമുണ്ടായിരിക്കും. അവർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം എക്സൈറ്റ്മെൻറ്റും ഇൻസ്പിറേഷനും കൊണ്ടുവരും. രണ്ടാമത്തെ കാർഡായ 8 ഓഫ് വാൻസ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഇമോഷണൽ കണക്ഷനെയും സോഡിയാക് സൈനെയും കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ വളരെ ഇൻറ്റൻസും ഫാസ്റ്റും ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റുമായിരിക്കുമെന്നാണ് 8 ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം പാഷനും ശക്തവും വ്യക്തവുമായ കമ്മ്യൂണിക്കേഷനും ഉണ്ടാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ അഡ്വഞ്ചറസ് ആയിരിക്കും. അതൊരിക്കലും ഒരു സ്ലോ മൂവിങ് ആയിരിക്കില്ല. സോഡിയാക് സൈൻ നോക്കുകയാണെങ്കിൽ 8 ഓഫ് വാൻസ് ഫയർ സൈൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ സോഡിയാക് സൈൻ എറീസ്, ലിയോ അല്ലെങ്കിൽ സജിറ്റേറിയസ് ആകാൻ സാധ്യതയുണ്ട്. ഈ സോഡിയാക് സൈൻസ് കാണിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെ ബോൾഡും ഉജ്ജ്വലവുമായ സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും എന്നാണ്. നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ ഉത്സാഹവും പാഷനും നിറഞ്ഞതായിരിക്കും എന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ലൈഫ് പൂർണ്ണമായി എൻജോയ് ചെയ്യുകയും സ്നേഹത്തിൽ ധീരമായ സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. മൂന്നാമത്തെ കാർഡായ 2 ഓഫ് കപ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ലൈഫ് ഗോൾസിനെയും അംബിഷൻസിനെയും കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജീവിത ലക്ഷ്യം സ്നേഹവും യോജിപ്പുള്ളതുമായ ഒരു റിലേഷൻഷിപ്പാണെന്ന് ഈ കാർഡ് കാണിക്കുന്നു. അവർ ബന്ധം, സ്നേഹം, ഇമോഷണൽ ബാലൻസ് എന്നിവയെ ആഴത്തിൽ വിലമതിക്കുന്നു. വളരെ സ്ട്രോങ്ങും തുല്യവുമായ ഒരു റിലേഷൻ കെട്ടിപ്പടുക്കുക എന്നത് അവരുടെ പ്രധാന പ്രയോറിറ്റീസിൽ ഒന്നായിരിക്കും. പരസ്പര ബഹുമാനത്തിലും ധാരണയിലും അധിഷ്ഠിതമായ ആഴത്തിലുള്ള ബന്ധം ഷെയർ ചെയ്യുന്ന, വിശ്വസിക്കാനും വളരാനും കഴിയുന്ന ഒരു പാർട്ട്ണറെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ അംബീഷൻസ് പലപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരുമായി അടുത്ത് പ്രവർത്തിക്കുക, വ്യക്തിപരമോ തൊഴിൽപരമോ ആയ അർത്ഥത്തിൽ സ്നേഹവും ഐക്യവും നിറഞ്ഞ ഒരു ജീവിതം സൃഷ്ടിക്കുക എന്നിവയായിരിക്കും. നാലാമത്തെ കാർഡായ മജീഷ്യൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചലഞ്ചസിനെ കുറിച്ച് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ബന്ധം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയുള്ള തോന്നൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായേക്കാം. ഈ ചലഞ്ചസ് മറികടക്കാൻ വ്യക്തമായ ആശയവിനിമയം നടത്തുക, സത്യസന്ധത പുലർത്തുക, മത്സരിക്കുന്നതിന് പകരം പരസ്പരം പിന്തുണയ്ക്കാൻ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക എന്നിവ പ്രധാനമാണ്. അഞ്ചാമത്തെ കാർഡായ ഏസ് ഓഫ് വാൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയെക്കുറിച്ച് പറയുന്നു. ഏസ് ഓഫ് വാൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ത്രില്ലിങ്ങും പാഷനേറ്റും ക്രിയേറ്റീവുമായിട്ടുള്ള എനർജി ഉണ്ടാകുമെന്ന് കാണിക്കുന്നു. ഈ കാർഡ് എക്സൈറ്റ്മെൻറ്റും പുതിയ അനുഭവങ്ങളും ഇൻസ്പിറേഷനും നിറഞ്ഞ ശക്തമായൊരു തുടക്കത്തെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും പുതിയ അഡ്വഞ്ചേഴ്സ് ഏറ്റെടുക്കാനും
രണ്ടുപേരുടെയും ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാനും പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ രണ്ടുപേർക്കും ഊർജ്ജസ്വലതയും ഒരുമിച്ച് വളരാൻ തയ്യാറുള്ളതായും അനുഭവപ്പെടുന്നതോടെ നിങ്ങളുടെ റിലേഷൻ പുതുമയുള്ളതും സാധ്യതകൾ നിറഞ്ഞതുമായി അനുഭവപ്പെടും. നിങ്ങൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുകയും സ്വപ്നങ്ങൾ പിന്തുടരാനും റിസ്കുകൾ ഏറ്റെടുക്കാനും പരസ്പരം പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വളരെ ഡൈനാമിക് ആയുള്ള ഒരു റിലേഷനായിരിക്കും ഇത്. ചുരുക്കത്തിൽ നിങ്ങളുടെ സ്പൗസ് വളരെ കോൺഫിഡൻറ്റും പാഷനേറ്റുമായ നിങ്ങളുടെ ലൈഫിൽ എനർജിയും എക്സൈറ്റ്മെൻറ്റും കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ വളരെ വേഗതയേറിയതും പാഷനും നിറഞ്ഞ ഒന്നായിരിക്കും. അതിൽ വ്യക്തമായ ആശയവിനിമയവും സാഹസികതയും ഉണ്ടാകും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്നേഹവും ബാലൻസ്ഡുമായുള്ള ഒരു റിലേഷൻ, ഇമോഷണൽ കണക്ഷനും ഐക്യത്തിനും പ്രയോറിറ്റി നൽകുക എന്നതായിരിക്കും. ആശയവിനിമയത്തിൽ നിന്നോ പവർ സ്ട്രഗിൾസിൽ നിന്നോ ചെറിയ ചലഞ്ചസ് ഉണ്ടായേക്കാം. എന്നാൽ സത്യസന്ധതയും പരസ്പര പിന്തുണയും അവ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. മൊത്തത്തിൽ നിങ്ങളുടെ റിലേഷൻ എനർജിയും എക്സൈറ്റ്മെൻറ്റും പുതിയ തുടക്കങ്ങളും നിറഞ്ഞതായിരിക്കും. ഒരുമിച്ചുള്ള ജീവിതം ഊർജ്ജസ്വലവും സാധ്യതകൾ നിറഞ്ഞതുമാക്കുന്നു. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.